ഹേ മൈ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? നമ്മുടെ തൃശ്ശൂർ ഇന്നൊരു പൂരം നടക്കാട്ടാ. എന്താന്നൊക്കെ ഞാൻ പിന്നെ പറയാട്ടാ. വണ്ടി എടുത്ത് നേരെ വെച്ച് പിടിച്ചുട്ടാ. ഈ ടിക്കറ്റ് ഉണ്ടാ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എന്തുട്ട് നടക്കണേന്ന്. സൂപ്പർ ലീഗിലെ നമ്മുടെ തൃശ്ശൂരിന്റെ ആദ്യത്തെ ഹോം മാച്ച് ആട്ടാ. ആരായിട്ട്? നമ്മുടെ സ്വന്തം മലപ്പുറംകാരായിട്ടെന്നെ. മലപ്പുറംകാരാണെങ്കിലോ 14 ബസ്സിൽ ആളെ ഇറക്കിയിട്ട് നമ്മളെ തീർക്കാൻ വന്നാന്നേ. അതും നമ്മുടെ തൃശ്ശൂർ സിറ്റിയുടെ നടുക്കിട്ട് പൂരം നടത്തണം. നമ്മളോടുണ്ടല്ലോ ഇവര് പറഞ്ഞാണ് 14 ബസ് വന്നിട്ട് ഇവിടെ പൂരം നടത്തും. എന്തായാലും കളി കഴിഞ്ഞിട്ട് ബാക്കിയാണെന്ന് നമ്മളും വിചാരിച്ചുട്ടാ. കളി ഏതാണ്ട് തുടങ്ങാറായപ്പോഴേക്കുണ്ടല്ലോ ഗാലറി ഫുൾ അങ്ങോട്ട് തകർത്തുട്ടാ. ഏതാണ്ട് ഒരു മിനി പൂരപ്പറമ്പായിട്ടാ. എല്ലായിടത്തും പോയിട്ട് മലപ്പുറംകാർ ഓളം ഉണ്ടാക്കണ പോലെ ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ തൃശ്ശൂർ വന്നിട്ട് ഫ്ലാഷ് ഇറക്കി ഷോ ഇറക്കാൻ നോക്കിയാട്ടാ. നമ്മൾ വിട്ടെടുക്കോ? നമ്മളങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ട് എന്താ പവർന്ന്. ഈ 14 ബസ്സുള്ളവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഇവിടെ ഉണ്ടല്ലോ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും പൂരായാലും എന്ത് തേങ്ങയായാലും ഫെസ്റ്റിവൽ ആണോ അത് തകർത്തിരിക്കും. അത് ഏത് നാടിനേക്കാൾ അടിപൊളിയായിട്ട് നമ്മൾ നടത്തൂട്ടാ. കളി തുടങ്ങാറായപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. എല്ലാ വട്ടത്തെയും പോലെ കിക്ക് ഓഫ് ആയി മഴ തുടങ്ങി. നനഞ്ഞ് പിണ്ടിയായി. ആദ്യം കുറച്ച് തണുത്തെങ്കിലും ഉണ്ടല്ലോ കളിയുടെ ആ ഒരു രീതിയിലുണ്ടല്ലോ തണുപ്പൊക്കെ അങ്ങ് പോയിട്ടാ. ഹാഫ് ടൈം ആയപ്പോഴേക്കും 2 വെടിക്കിട്ട് നമ്മൾ പൊട്ടിച്ചുട്ടാ. ഇനി എത്രണ്ണം പൊട്ടിക്കും നമുക്ക് നോക്കിയിരുന്ന് കാണാട്ടാ. കളിയുടെ ആവേശത്തിലുണ്ടല്ലോ നമ്മളങ്ങോട്ട് ചുറ്റുപാട് മൊത്തം അങ്ങ് മാറന്നങ്ങോട്ട് ആഘോഷിച്ചുട്ടാ. 14 ബസ്സിൽ പൂരം നടത്താൻ വേണ്ടി വന്നവർക്ക് പൂരം നടത്താൻ അറിയില്ല എന്നൊരു കാര്യം മനസ്സിലായിട്ടാ. അതുകൊണ്ട് തന്നെ നമ്മൾ 2 വെടിക്കെട്ടിൽ ഒതുക്കി അവർക്ക് പൂരം എന്താന്ന് വ്യക്തമായിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്തുട്ടാ. കാണാത്തവർക്ക് നമ്മള് പറഞ്ഞും കൊടുത്തുന്നേ. ലാസ്റ്റ് ആയിട്ട് എനിക്കൊരു കാര്യം പറയണ്ട്. നമ്മൾ ഇനി കാണാനുള്ളവരാട്ടാ. അപ്പൊ 14 ബസ്സിൽ വന്നവർക്ക് ഗുഡ് ബൈ ട്ടാ.